പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കാവ്യ സഹോദരന്റെ വീട്ടിൽ ചെന്ന് വളരെയധികം സന്തോഷവതിയായി ആഘോഷിച്ച് മടങ്ങിയിരിക്കുകയാണ്. താരത്തിനോടൊപ്പം തന്നെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലായ വാർത്ത തന്നെയായിരുന്നു ഇപ്പോൾ താരം കേസും പ്രശ്നവുമൊക്കെ കഴിഞ്ഞ് മകളുമായി സഹോദരൻ്റെ അടുത്തേക്ക് പോയത്. ഓസ്ട്രേലിയയിലേക്കാണ് താരം പോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയയിൽ മെൽബോണിൽ വിക്ടോറിയയിലാണ് പോയത്. അവിടെ ചെന്ന് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയും കുഞ്ഞുങ്ങളോടൊപ്പം അടിച്ചുപൊളിച്ച് നിൽക്കുകയും ചെയ്യുകയാണ് കാവ്യയും മാമാട്ടിയും മാത്രമാണ് അവിടേക്ക് ചെന്നത്. മീനാക്ഷിയും കുറച്ച് ദിവസം ഉണ്ടായിരുന്നുവെങ്കിലും ചിത്രങ്ങളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. അവിടെ ചെന്നപ്പോഴേക്കും ഫിഷ് വെച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറുകയും അത് കഴിക്കുകയും ചെയ്യുന്നതാണ് കാവ്യയെ കാണാൻ സാധിക്കുന്നത്. കൊഞ്ചും ഞണ്ടും കക്കയും ഒക്കെയുള്ള ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ എത്തി വിഭവസമൃദ്ധമായ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചെമ്മീൻ കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണോ കാവ്യ എന്ന് ചോദിക്കുന്നുണ്ട്. അന്താളിച്ച് മാമാട്ടിയും ഇരിക്കുന്നു. ഇതെന്താ സംഭവമെന്ന് മനസ്സിലാകുന്നില്ല ആർക്കും. എന്താണ് അവരുടെ പ്ലേറ്റിലേക്ക് കൊണ്ടുവച്ചതെന്നും മനസ്സിലാകുന്നില്ല. എന്തോ കഴിക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് അവരിത് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒന്നായി മാറി. കാവ്യ ഇത്രയും അധികം ചിത്രങ്ങൾ അങ്ങനെ പങ്കുവയ്ക്കാറില്ലായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയത്. ഓസ്ട്രേലിയയിൽ വെക്കേഷൻ ആഘോഷിക്കാൻ പോയതാണ് കാവ്യ. മാമാട്ടിയും കുട്ടി ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്. പിന്നീട് തിരികെ വരാൻ നേരം പകുതി വഴി വരെയും ദിലീപ് എത്തിയിരുന്നു. എയർപോർട്ടിൽ നിന്ന് തിരികെ വരുന്ന സമയമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളെല്ലാം വൈറലായിട്ടുണ്ടായിരുന്നു. കാവ്യ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിനു മുൻപ് തന്നെ കാവ്യ ഒറ്റയ്ക്കുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ തന്നെ വളരെയധികം സന്തോഷപൂർവ്വം ഏറ്റെടുത്തൊരു ചിത്രമായി ഇത് മാറുകയും ചെയ്തു. ജീൻസും ടോപ്പും ഷർട്ടുമൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചാണ് ഓസ്ട്രേലിയയിൽ കറങ്ങിത്തിരിഞ്ഞത്. കണ്ണാടിയൊക്കെ വെച്ച് അടിപൊളി സന്തോഷത്തോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷകർ വളരെയധികം തന്നെ ഏറ്റെടുത്തൊരു വാർത്തയായി തന്നെ ഇതിനെ മാറ്റുന്നുണ്ട്. കാവ്യ അന്നും ഇന്നും സുന്ദരിയാണെന്നും കുട്ടിക്കാലം മുതലേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു താരമാണെന്നും നിരവധി പേർ കമൻറ്റ് ചെയ്ത് എത്തുന്നുണ്ട്. മലയാളി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ചിത്രമായി ഇത് മാറുകയാണ്. 2026 നല്ലൊരു മാറ്റമാണ് ഇപ്പോൾ കാവ്യ നടത്തുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും അധികം ചിത്രങ്ങൾ കാവ്യ പങ്കുവെക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ചിത്രങ്ങളൊന്നും സാധാരണ പങ്കുവെക്കാറില്ല. ആർക്കും കമൻറ്റ് ബോക്സ് പോലും ഓപ്പണാക്കി വെച്ചു കൊടുക്കാറില്ല. എന്നാൽ ഇപ്പോൾ കേസിൻ്റെ വിധിയൊക്കെ വന്നതിന് ശേഷം കാവ്യ ആകെ മാറിയിട്ടുണ്ട്. എല്ലാം തുറന്നു പറയാനും ഇതുപോലെ തുറന്നു കാണിക്കാനും ഒക്കെ തന്നെ വളരെയധികം മനസ്സിന് സ്നേഹം നൽകുന്നു. ഇനി ഒന്നും എനിക്ക് സംഭവിക്കാനില്ല, ഇനി എന്തൊക്കെ വന്നാലും എനിക്കൊന്നുമില്ല എന്നൊരു മട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോൾ കാവ്യയ്ക്ക് പിന്തുണയുമായി ഉള്ളത്. അത് കാവ്യയ്ക്കും മനസ്സിലായി. കേസിൽ നിന്ന് നിരപരാധിയാണെന്നുള്ള അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും തന്നെ കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ എന്ന് ഓർത്ത് തന്നെയാണ് കാവ്യ ഇത്തരത്തിലെല്ലാവരും പെരുമാറുന്നത്. പ്രേക്ഷകരും ഇത് ഏറ്റെടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ വാർത്ത പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.